ഹായ് മാം, ഞാൻ മാമിൻ്റെ ABL പ്രാക്ടീസ് 90 ഡേയ്സ് ക്ലാസ് അറ്റൻഡ് ചെയ്തതിൻ്റെ ഒരു ടെസ്റ്റിമോണി പറയാൻ ആഗ്രഹിക്കാം മാം. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒത്തിരി നല്ല കാര്യങ്ങൾ, അതും ഈ ഒരു പീരീഡിൽ സംഭവിച്ച മാറ്റങ്ങൾ, ഒത്തിരി സന്തോഷം തരുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. അപ്പോൾ അതെല്ലാം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് മാം. ആദ്യം തന്നെ മാഡത്തിന് ഒരുപാട് നന്ദി. എൻ്റെ എല്ലാ ഒരു വിഷമഘട്ടത്തിലും എനിക്കൊരു നല്ലൊരു സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ നിന്നതിന്. മാഡത്തിനറിയാം, ഞാനൊരു നല്ല സ്റ്റുഡൻ്റ് ആണെന്ന് ഞാൻ പറയില്ല. മാഡത്തിൻ്റെ ക്ലാസ് റെഗുലറായിട്ട് ഞാൻ കേൾക്കുമായിരുന്നു. റെക്കോർഡാണെങ്കിൽ ഞാനത് കേൾക്കുമായിരുന്നു. പ്രാക്ടീസുകളൊക്കെ കുറച്ചാണെങ്കിലും ആ ചെയ്തതിൻ്റെ ആ ഒരു എഫക്റ്റ് കൊണ്ട് മാത്രം എനിക്ക് ലഭിച്ച ഈ ഒരു കാലഘട്ടത്തിൽ എനിക്ക് ലഭിച്ച കാര്യങ്ങളെല്ലാം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, എനിക്കൊരു പേഴ്സണൽ കമ്പ്യൂട്ടർ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിലും വാങ്ങിക്കാനുള്ള പല സാഹചര്യങ്ങളുണ്ടായിരുന്നെങ്കിലും അതിൽ എങ്ങനെയൊക്കെയോ അത് എത്തിപ്പെടാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ മാഡത്തിൻ്റെ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞ് ഒരു ഇതുണ്ടായിരുന്നെങ്കിൽ, PC ഉണ്ടായിരുന്നെങ്കിൽ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യാൻ എത്ര ഈസി ആയിരുന്നു എന്ന് വിചാരിച്ചതേ ഞാനുള്ളൂ മനസ്സിൽ. അപ്പോൾ അത് വിചാരിച്ചൊരു ദിവസങ്ങൾക്കുള്ളിൽ PC സെറ്റപ്പ് ചെയ്യാനും അതൊരു സ്വന്തമാക്കാൻ എനിക്ക് സാധിച്ചു. പിന്നെ രണ്ടാമതായിട്ട്, ഞാൻ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടി ഏകദേശം ഒരു 2 years ആയിട്ട് ഞാൻ പഠിക്കുന്നു. ഒരു 2 years പഠിക്കുന്നെങ്കിൽ ഞാനൊരു മോർ ദാൻ 2 lakh പഠിക്കാൻ വേണ്ടി ഞാൻ ഇപ്പം ചിലവാക്കിയിട്ടുണ്ട്. പിന്നെന്താ പറയുക, ഞാൻ ജോലി ചെയ്യുന്നിടത്ത് ഉള്ള ടാക്സി വിളിക്കുന്നതിൽ എനിക്ക് അത് നോക്കുവാണെങ്കിൽ അതും ഒരു 3-4 lakhs ആയിട്ടുണ്ട്. എനിക്കൊരു നല്ലൊരു എമൗണ്ട് നഷ്ടമായിട്ടുണ്ട് ഈ പഠിക്കുന്നതിനും ഇതിനൊക്കെ ആയിട്ട്. പിന്നെ ഞാനൊരു ഓട്ടോമാറ്റിക് വണ്ടി കിട്ടണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ നേരത്തെയൊക്കെ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരുന്നെങ്കിലും അതിലേക്ക് എത്തിപ്പെടാൻ പറ്റിയിരുന്നില്ല. പക്ഷേ 2 ആഴ്ച മുമ്പ് എനിക്ക് ഒരു ടൊയോട്ട CHR വണ്ടി വാങ്ങിക്കാൻ പറ്റി. അപ്പം ഇനി എത്രയും പെട്ടെന്ന് ഞാൻ ലൈസൻസ് എടുക്കും എന്ന് ഞാൻ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. എത്രയും ആസ് സൂൺ ആസ് പോസിബിൾ എനിക്ക് എടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞാനിപ്പോൾ താമസിക്കുന്നത് UK-ലാണ്. അപ്പോൾ UK വന്നിട്ട് ഏകദേശം ഒരു നിയർലി 5 years ആയി. എങ്കിലും ഇവിടെ വന്നിട്ട് ഒരു പുതിയൊരു വീട് വാങ്ങിക്കാൻ ഉള്ള ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നെങ്കിലും അതിനൊരു പ്ലാനോ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയ്ക്ക് ഒന്നും എടുക്കുകയൊന്നും ചെയ്തിരുന്നില്ല. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ എനിക്ക് സംഭവിച്ചത്, ഇത് സംഭവിച്ചിട്ട് ഒരു കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. ഒരു വീട് പോയി കാണാൻ, ഒരു അഡ്വൈസറെ പോയി കാണാനും ഒരു വീട് പോയി കാണാനും ഒക്കെ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എടുക്കാൻ എനിക്ക് സാധിച്ചു. അത് ഏറ്റവും നല്ല ഫ്രൂട്ട്ഫുള്ളായി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് നാളുകളായി ഇവിടെ വന്നിട്ടെങ്കിലും എവിടെയും പോയി നമുക്കൊന്ന് എൻജോയ് ചെയ്യാനോ ഒന്നും ഹോളിഡേയ്സിനൊന്നും നമുക്ക് എവിടെയും സ്പെൻഡ് ചെയ്യാനൊന്നും നമ്മൾ പോയിട്ടില്ല. പക്ഷേ എങ്കിലും ഈ ഒരു കാലഘട്ടത്തിൽ പെട്ടെന്ന് തീരുമാനിക്കുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് നടന്നു കിട്ടുന്നുണ്ട്. എനിക്കൊരു റീസെൻ്റ്ലി വിസ എടുക്കാൻ സാധിച്ചു. അപ്പോൾ ആ ഹോളിഡേയ്ക്ക് പോകാൻ ഫാമിലിയോടൊപ്പം പോയി സ്പെൻഡ് ചെയ്യാനൊക്കെ സാധിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. എനിക്കിതെല്ലാം സാധിച്ചത് എനിക്ക് ഈ കുറഞ്ഞ പീരീഡിൽ മാഡത്തിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ഈ ഒരു 3 months കൊണ്ട് എനിക്ക് സംഭവിച്ച ചേഞ്ചസാണ്. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നു, ഞാൻ ക്ലാസ്സുകളൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല എങ്കിൽ പോലും എനിക്ക് സംഭവിച്ച മാറ്റങ്ങളായത്. അപ്പോൾ എല്ലാവരും ഇത് മാഡത്തിൻ്റെ ക്ലാസ് പൂർണ്ണമായിട്ട് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വണ്ടേഴ്സ് സംഭവിക്കും. ഒത്തിരി മാറ്റങ്ങൾ, 360 ഡിഗ്രി നമ്മുടെ ജീവിതം മാറുമെന്നൊക്കെ പറയുന്നത് പോലെ ഉള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും സംഭവിക്കും. അത് നമുക്കിത് ആദ്യം ഇതേപ്പറ്റി വിശ്വസിക്കാൻ നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മൾ ആ പ്രോസസ്സ് ചെയ്ത് വന്നു കഴിയുമ്പോൾ, മാഡത്തിൻ്റെ ഓരോ പ്രോസസ്സും അങ്ങനെയാണ്. നമ്മളത് നമ്മുടെ ലൈഫിലേക്ക് ഇതങ്ങായി മാറിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങും. മാഡത്തിനോട് ഒരുപാട് നന്ദി ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്. മാഡം, താങ്ക് യു സോ മച്ച്. എല്ലാത്തിനും എനിക്ക് സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ നിന്നതിന്. ഞാൻ എപ്പോഴെങ്കിലും ഒരു ഡിമ്മാവുന്ന സമയത്ത് മാഡം അതെങ്ങനെ എനിക്ക് തിരിച്ചറിയുന്നത് എനിക്കറിയത്തില്ല. ആ സമയത്ത് തന്നെ മാഡത്തിനെ കോൺടാക്റ്റ് ചെയ്യാൻ പറയുകയും എനിക്ക് ഒരു ചേഞ്ച്, എൻ്റെ തോട്ട് പ്രോസസ്സിന് ഒരു ചേഞ്ചസ് എനിക്ക് മാഡം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഓരോ നിമിഷവും ഞാൻ എപ്പോഴൊക്കെയാണോ ഒരു വേറൊരു ചായ്വിലേക്ക് പോകുന്നത്, അപ്പോഴെല്ലാം മാഡം എന്നെ കൈപിടിച്ച് ഉയർത്തിയിട്ടുണ്ട്. അതിനെല്ലാം മാഡത്തിന് ഒരുപാട് നന്ദി. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്.